ഇങ്ങനത്തെ ചിപ്സ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? അപ്പോ നിങ്ങൾ തൈറോയിഡ് പേഷ്യന്റ് ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഹൈപ്പോ തൈറോയിഡ് ആയിക്കോട്ടെ, ഹൈപ്പർ തൈറോയിഡ് ആയിക്കോട്ടെ, ഗോയിറ്റർ പേഷ്യൻസ് ആയിക്കോട്ടെ, പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ കപ്പ കൊണ്ടുണ്ടാക്കിയ പ്രോഡക്ട്സിൽ ഉണ്ടാക്കുന്ന നുറുക്കുകളോ ചിപ്സുകളോ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെയാണ് നിങ്ങൾ കഴിക്കുന്ന നുറുക്കാണെങ്കിലും ചിപ്സ് ആണെങ്കിലും അതിന്റെ പുറകെയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് എടുത്തു നോക്കാം. അതിൽ സാബുദാന, ജവ്വരി, സാബൂനരി ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കപ്പയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. കപ്പയുടെ സ്റ്റാർച്ച് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ജവ്വരി. അപ്പോൾ ഈ ചവ്വരി കൊണ്ട് ഉണ്ടാക്കിയ പ്രോഡക്ട്സ്, ഇങ്ങനത്തെ വീൽ ചിപ്സ്, പിന്നെ അമ്പലപ്പറമ്പുകളിൽ, ഉത്സവ പറമ്പുകളിൽ കിട്ടുന്ന നുറുക്ക്, പിന്നെ നമ്മൾ സ്ഥിരം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സേമിയ പായസത്തിലും ജവ്വരി ഇടാറുണ്ട്. ഈ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഹെൽത്തിയർ വേർഷൻ ഓഫ് സ്നാക്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈറോയിഡ് പേഷ്യൻസിന് പ്രത്യേകിച്ച് ബോയിൽഡ് എഗ്, പിന്നെ റോസ്റ്റഡ് ചന്ന, ഒന്നില്ലെങ്കിൽ നമ്മുടെ മില്ലറ്റിൽ ഉണ്ടാക്കുന്ന സ്നാക്സ് ഇപ്പൊ കുറെ മാർക്കറ്റ്സിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഹെൽത്തിയർ വേർഷൻ ഓഫ് സ്നാക്ക് ആവും. അപ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇത് എന്തുകൊണ്ട് ഇത് എടുക്കാൻ പാടില്ല തൈറോയിഡ് പേഷ്യൻസ് പ്രത്യേകിച്ച് എന്ന് പറയാൻ കാരണം, ഓൾറെഡി പറഞ്ഞതുപോലെ കപ്പ ഒരു ഗോയിട്രോജൻ ആണ്. അപ്പൊ ഇത് കഴിക്കുമ്പോൾ തൈറോയിഡ് ആക്ടിവിറ്റി സ്ലോ ആവണം, നമ്മുടെ മെറ്റബോളിസം സ്ലോ ആയിട്ട് വെയിറ്റ് ഗെയിനിനും ശരീരം നീര് വെക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ കൂടും. അപ്പൊ അതുകൊണ്ടാണ് തൈറോയിഡ് പേഷ്യൻസ് പ്രത്യേകിച്ച് ഇങ്ങനത്തെ നുറുക്കുകൾ കഴിക്കേണ്ട എന്ന് പറയുന്നത്. So this is Dr. Sumata from Shobhanam Multi Speciality Homeo Clinic, Chennamangala.